ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തീവ്രവാദത്തിനെതിരെ രാജ്യങ്ങൾ ഉറച്ചതും കൂട്ടായതുമായ നിലപാട് സ്വീകരിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി തൊഴിൽ മന്ത്രാലയം. കേരളത്തിൽ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. ISLൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ പോരാട്ടം. IPLൽ പഞ്ചാബിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. 142 മണ്ഡലങ്ങളിലായി 3,20,00,000 വോട്ടർമാരാണ് രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഈ മാസം 23-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 93.19% റെക്കോർഡ് പോളിംഗാണ് പശ്ചിമബംഗാളിൽ രേഖപ്പെടുത്തിയത്. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4-ലാണ് വോട്ടെണ്ണൽ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് തയ്യാറെടുക്കുന്ന പശ്ചിമബംഗാളിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ട്രൈബ്യൂണലിൽ ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ച ശേഷം 1468 പുതിയ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 പേരെ ഒഴിവാക്കുകയും ചെയ്തു. സപ്ലിമെന്ററി പട്ടികയിൽ പുതുതായി ചേർക്കപ്പെട്ട വ്യക്തികൾക്ക് നാളെ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയുമെന്ന് കമ്മീഷൻ അറിയിച്ചു. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഹിമാചൽ പ്രദേശിൽ എത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ഷിംല ലോക് ഭവനിൽ ഗവർണർ ഒരുക്കുന്ന പ്രത്യേക വിരുന്നിൽ പങ്കെടുക്കും. നാളെ അടൽ ടണൽ സന്ദർശിക്കുന്ന രാഷ്ട്രപതി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാലംപൂരിൽ ഹിമാചൽ പ്രദേശ് കൃഷി വിശ്വവിദ്യാലയത്തിന്റെ ബിരുദദാന ചടങ്ങിലും മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണസിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. റെയിൽ, റോഡ്, ജലം, ആരോഗ്യ സംരക്ഷണം, വിനോദസഞ്ചാരം, നഗര അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ വികസനമാണ് പദ്ധതികളുടെ ലക്ഷ്യം. മഹിളാ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. നാളെ അദ്ദേഹം വാരണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കും. ഇന്ന് രാവിലെ സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50-ാം വാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. തീവ്രവാദത്തിനെതിരെ രാജ്യങ്ങൾ ഉറച്ചതും കൂട്ടായതുമായ നിലപാട് സ്വീകരിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരത, വിഘടനവാദം, തീവ്രവാദം എന്നിവയെ നേരിടാൻ ഒരു ഏകീകൃത മുന്നണി രൂപീകരിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. योग दुनिया की एक बड़ी आबादी को रिप्रेजेंट करता है, इसलिए हमारी जिम्मेदारी बनती है कि हम अपने क्षेत्र में ही नहीं बल्कि पूरी दुनिया में शांति और स्थिरता इंश्योर करें. हमें डायलॉग और डिप्लोमेसी का रास्ता अपनाते रहना चाहिए, न कि जोर जबरदस्ती का. हमें इसे हिंसा और युद्ध का युग नहीं बनने देना है, बल्कि शांति और समृद्धि का युग बनाना है. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ ഷാങ്ഹായ് സഹകരണ സംഘടന മടിക്കരുതെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ അധ്യക്ഷ അന്നലീന ബെയർബോക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, നിർമ്മിത ബുദ്ധിയുടെ പ്രത്യാഘാതങ്ങൾ, പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം ഗാർഹിക LPG, PNG, ഗതാഗതത്തിനുള്ള CNG എന്നിവയുടെ 100% വിതരണം ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ യോഗത്തിനു ശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. കയറ്റുമതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതായി ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിലെ വാണിജ്യ ഉപദേഷ്ടാവ് ബിപിൻ മേനോൻ വ്യക്തമാക്കി. തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീ ശാക്തീകരണം കേന്ദ്ര ബിന്ദുവാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2017-18 കാലയളവിൽ 23% സ്ത്രീ തൊഴിലാളി പങ്കാളിത്ത നിരക്ക് 2025-ൽ 40% ഉയർന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. വിശാഖപട്ടണത്ത് ഗൂഗിൾ ക്ലൌഡ് ഇന്ത്യ AI ഹബിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നിർവഹിച്ചു. നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകളിലൂടെ വിദ്യാഭ്യാസം, ആരോഗ്യം, എയ്റോസ്പേസ്, കൃഷി തുടങ്ങിയ മേഖലകളിലെ നിരവധി മുന്നേറ്റങ്ങൾക്ക് AI ഹബ് വഴിയൊരുക്കുമെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി.
ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ റാംമോഹൻ നായിഡു, കേന്ദ്ര സഹമന്ത്രിമാരായ പെമ്മസാനി ചന്ദ്രശേഖർ, ബി ശ്രീനിവാസ വർമ്മ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇക്വഡോർ വിദേശകാര്യമന്ത്രി ഗബ്രിയേല സോമർഫെൽഡിന്റെ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം നാളെ ആരംഭിക്കും. സോമർഫെൽഡ് നാളെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, പീയൂഷ് ഗോയൽ തുടങ്ങിയവരുമായും ഇക്വഡോർ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. ഉയർന്ന താപനിലയുടെയും ഉഷ്ണതരംഗത്തിന്റെയും പശ്ചാത്തലത്തിൽ തൊഴിലാളികൾക്കുള്ള സുരക്ഷയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. സുരക്ഷാ നടപടികൾ ഉടനടി നടപ്പിലാക്കുന്നതിന് വ്യവസായശാലകൾ, നിർമ്മാണ കമ്പനികൾ, തൊഴിലുടമകൾ തുടങ്ങിയവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. മതിയായ കുടിവെള്ള സൗകര്യങ്ങളും വിശ്രമ സ്ഥലങ്ങളും ഉറപ്പാക്കുക, തൊഴിൽ സ്ഥലങ്ങൾ ശീതീകരിക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്കും അഡ്മിനിസ്ട്രേറ്റർമാർക്കും നൽകിയിരിക്കുന്നത്. തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനകൾ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ESI കോർപ്പറേഷന്റെ കീഴിലുള്ള ആശുപത്രികളും ഡിസ്പെൻസറികളും ഡയറക്ടർ ജനറൽ ഓഫ് ലേബർ വെൽഫെയറും സൂര്യാഘാത കേസുകൾക്കായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കണം. ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് 2 ആഴ്ചയിലൊരിക്കൽ റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രാലയം സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഉഷ്ണതരംഗത്തിനെതിരെ മുൻകരുതലും ദുരിതാശ്വാസ നടപടികളും സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും സംസ്ഥാനങ്ങളിലെയും ഡൽഹിയിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കനത്ത വേനലിന് ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്ന് വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗം തീരുമാനിച്ചു. വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂറായിരിക്കും നിയന്ത്രണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗത്തിലുണ്ടായ വർധനവും ലഭ്യതയിലെ കുറവും കണക്കിലെടുത്ത് വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെ 30 മിനിറ്റ് വരെയുള്ള വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇന്ന് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള വൈദ്യുത വാഹന ചാർജിങ്ങും AC ഉപയോഗവും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗത്തിലെ വർധനവും ആവശ്യകത വർദ്ധിപ്പിച്ചുവെന്നും യോഗം ചൂണ്ടിക്കാട്ടി. വൈദ്യുത വാഹന ചാർജിങ് വൈകിട്ട് 6 മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഒഴിവാക്കണമെന്നും AC ഒഴിവാക്കാനാവാത്തതിനാൽ 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ ക്രമീകരിക്കണം എന്നും യോഗം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം മെയ് 15-ന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 22-നും പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ FCയെ നേരിടുന്നു. ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. പഞ്ചാബിലെ ന്യൂ ചണ്ഡിഗഡിലാണ് മത്സരം. INS സുനൈന സിംഗപ്പൂരിലെ ചാങ്കി നേവൽ ബേസിലെത്തി. സമുദ്ര സുരക്ഷയും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള മഹാസാഗർ ദർശനത്തിന് കീഴിലായിരുന്നു സന്ദർശനം. സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശിൽപക് അംബുലെ കപ്പലിലെ ജീവനക്കാരുമായി സംവദിച്ചു. മാലെ, ഫുക്കറ്റ്, ജക്കാർത്ത എന്നിവിടങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കിയാണ് INS സുനൈന സിംഗപ്പൂരെത്തിയത്. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായിയും മയക്കുമരുന്ന് കടത്ത് കുറ്റവാളിയുമായ മുഹമ്മദ് സലീം ദോലയെ ഇന്ന് ഇന്ത്യയിലെത്തിച്ചു. തുർക്കിയിൽ നിന്നും സലീം ദോലയെ തിരികെ കൊണ്ടുവരുന്നതിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിർണായക നീക്കം നടത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തീവ്രവാദത്തിനെതിരെ രാജ്യങ്ങൾ ഉറച്ചതും കൂട്ടായതുമായ നിലപാട് സ്വീകരിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി തൊഴിൽ മന്ത്രാലയം. കേരളത്തിൽ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. ISLൽ ഈസ്റ്റ് ബംഗാൾ ഒഡീഷയെ നേരിടുന്നു. IPLൽ പഞ്ചാബിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.